നമസ്കാരം. നമുക്ക് സംഗീതപ്രിയനായ കഴുത എന്ന് പറയുന്ന ഹിതോപദേശ കഥകളിലെ കനകരാഘവൻ പുനരാഖ്യാനം ചെയ്തൊരു കഥ വായിക്കാം. ശത്രുവിൻ്റെ ശത്രു. ഒരു അത്തിമരത്തിൽ കുറേ കൊക്കുകൾ താമസിച്ചിരുന്നു. അവ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വലിയ പാമ്പ് ആ മരത്തിൻ്റെ വേരുകൾക്കിടയിലൂടെ ഒരു പൊത്തിൽ താമസിക്കാനെത്തി. മരച്ചില്ലയിൽ കൊക്കുകളുടെ കൂടുകൾ കണ്ടപ്പോൾ പാമ്പിന് സന്തോഷമായി. തീറ്റ തഴി ദൂരെ എങ്ങും പോകണ്ടല്ലോ. അന്നു മുതൽ പാമ്പ് മരത്തിൽ കയറി കൊക്കിൻ മുട്ടകൾ തിന്നാൻ തുടങ്ങി. കൊക്കുകൾ വല്ലാതെ വിഷമത്തിലായി. അവർക്ക് പാമ്പിനെ നേരിട്ടെതിർക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അവർ ഒരു കൂട്ടം കൂടി പാമ്പിനെ തുരത്താൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അപ്പോൾ ഒരു വയസ്സൻ കൊക്ക് പറഞ്ഞു, നദിക്കരയിൽ ഒരു കീരി താമസിക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. കീരി പാമ്പിൻ്റെ ആജന്മ ശത്രുവാണ്. കീരിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് മീൻ. നിങ്ങൾ മീൻ പിടിച്ച് അവൻ്റെ മാള മുതൽ പാമ്പിൻ്റെ മാളം വരെ ഇടുക. കീരി മീൻ തിന്ന് പാമ്പിൻ്റെ മാളത്തിലെത്തും. പിന്നെ പാമ്പിൻ്റെ കഥ കഴിക്കും. അപ്പം അവൻ്റെ ശല്യമുണ്ടാവില്ലല്ലോ. കൊക്കുകൾക്ക് ആശയം ഇഷ്ടപ്പെട്ടു. ഉടൻ തന്നെ അവർ മീൻ പിടിച്ച് കീരിയുടെ മാളം മുതൽ പാമ്പിൻ്റെ മാളം വരെ ഇട്ടു. കൊക്കുകൾ കണക്ക് കൂട്ടിയതുപോലെ സംഭവിച്ചു. ഓരോ മീനും തിന്ന് കീരി പാമ്പിൻ്റെ മാളത്തിന് മുന്നിലെത്തി. ഒടുവിൽ കീരി പാമ്പിനെ കണ്ടു. ഫണം വിടർത്തി കീരിയെ നേരിടാൻ മുതിർന്നു. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് കീരി പാമ്പിനെ പുറത്ത് ചാടി വീണ് കഥ കഴിച്ചു. കൊക്കുകൾക്ക് സന്തോഷമായി. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. മരച്ചിലകൾക്കിടയിൽ ഉണ്ടായിരുന്ന കൊക്കിൻ്റെ മുട്ടകൾ കീരിയുടെ കണ്ണിൽപ്പെട്ടു. മുട്ടക്കൊതിയനായവൻ മരത്തിൽ ചാടി കയറി കൂട്ടിൽ കണ്ട മുട്ടകളൊക്കെ പൊടിച്ചു തിന്നാൻ തുടങ്ങി. കൊക്കിൻ്റെ കുഞ്ഞുങ്ങളെയും അവൻ വെറുതെ വിട്ടില്ല. കൊക്കുകൾ ദുഃഖിതരായി. ശത്രുവിൻ്റെ ശത്രു മിത്രമായി കൊള്ളണമെന്നില്ല എന്നവർക്ക് മനസ്സിലായി. അങ്ങനെ ആ കഥയിൽ നമുക്ക് ഗുണപാഠമായിട്ടുള്ളത് എല്ലാവരും ഒന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ ബുക്കിലെ ഈ കുഞ്ഞു കഥ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.